Good morning. Good morning, Miss. Good morning, Miss. Morning. ഓക്കെ, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ഒക്കെ ആയിരുന്നു അല്ലെ. എക്സ്ട്രാ എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു എക്സ്ട്രാ എക്യുപ്മെന്റ്സ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? Two-way radio, Two-way mobile radio, data terminal, evidence gathering, and air conditioning and data recording. ഡാറ്റ റെക്കോർഡിംഗ് അല്ലെ. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് കേട്ടോ. വായിച്ചിട്ടുണ്ടാവുന്ന മിസ് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻസ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് പോർഷൻ ആണ് പാസീവ് വിഷ്വൽ വാർണിംഗ്സ്. നമ്മള് ഈ ആംബുലൻസ് ഒക്കെ പാസ് ചെയ്ത് പോകുമ്പോ നിങ്ങള് എന്താണ് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ? അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്തിലുണ്ടാവുന്ന ചിത്രങ്ങളാണത്? ആംബുലൻസിൽ ഉണ്ടാവുന്ന ചിത്രങ്ങളാണ് അല്ലെ. ആ വാഹനത്തില് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത്തരത്തിലുള്ള സിംബിൾസുകള് കണ്ടിട്ടുണ്ട് അല്ലെ. ഈ കാണാത്തവരല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തവർ ഇനി ശ്രദ്ധിച്ചു തുടങ്ങാം കേട്ടോ. ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴായാലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആംബുലൻസ് ഒക്കെ പഠിക്കുമ്പോൾ ആംബുലൻസിലായാലും ഒക്കെ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങാം കേട്ടോ ഓരോ കാര്യങ്ങളും. ഓക്കെ, അപ്പോ പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറഞ്ഞാല് എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും യൂസ് ചെയ്യുന്ന സിംബൽസ് ആണ് കേട്ടോ ഇത്. പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്, അതുപോലെ തന്നെ ഓഡിയബിൾ വാർണിംഗ്സ്. ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വാർണിംഗ്സ് ആണ് പാസീവ് വിഷ്വൽ വാർണിംഗ്സ്. അപ്പോ ഈ എമർജൻസി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും നമ്മൾ കാണുന്ന സിംബിൾസ്, യൂസ് ചെയ്യുന്ന സിംബിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നോക്കിയേ. സ്റ്റാർ ഓഫ് ലൈഫ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ ചിത്രങ്ങളും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം ഏതാണെന്നുള്ളത്. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഒരു ചിത്രം കാണിച്ചിട്ട് ചോദിക്കാറുണ്ട് ഇവിടെ ഏതിന്റെ ചിത്രമാണ്, ഐഡന്റിഫൈ ദ വാർണിംഗ്സ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ പിക്ചർ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ഫസ്റ്റ് ചിത്രം എന്താണ്? സ്റ്റാർ ഓഫ് ലൈഫ്. ഓക്കെ, സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈദ്യശാസ്ത്രത്തിന്റെ പുരാതന ചിഹ്നം. ഓക്കെ, ഒന്ന് അവിടെ എഴുതി വെക്കാം കേട്ടോ. സ്റ്റാർ ഓഫ് ലൈഫിനെ പറയുന്നതാണ് വൈദ്യശാസ്ത്രത്തിന്റെ പുരാതന ചിഹ്നം. എല്ലാ ആംബുലൻസിലും ഇത് കാണാൻ പറ്റും നമുക്ക്. ആംബുലൻസ് പാസ് ചെയ്ത് പോകുമ്പോൾ ശ്രദ്ധിക്കാം ചിഹ്നങ്ങള്. ഓക്കെ, വൈദ്യശാസ്ത്രത്തിന്റെ പുരാതന ചിഹ്നമാണ് ഈ സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് റെഡ് ക്രോസ്. അത് കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. റെഡ് ക്രോസ് കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ, സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ റെഡ് ക്രോസിലൊക്കെ ഉണ്ടെങ്കിൽ യൂണിഫോമിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം അല്ലെ. കണ്ടിട്ടുണ്ടോ നിങ്ങള്? നിങ്ങളുടെ മക്കളൊക്കെ റെഡ് ക്രോസിൽ ഉണ്ടെങ്കിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം. റെഡ് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന, എഴുതി വെച്ചിട്ടോ, ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവനം. അതിനെയാണ് റെഡ് ക്രോസ് എന്ന് പറയുന്നത് കേട്ടോ. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവനം. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവനം. ഇനി നെക്സ്റ്റ് ആണ് റെഡ് ക്രസന്റ്. റെഡ് ക്രസന്റ്. റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞാല് an organization in Islamic countries that helps people who are suffering because of a war or natural disaster. ഈ റെഡ് ക്രസന്റ് യൂസ് ചെയ്യുന്നത് മിക്കതും എന്താണ് മുസ്ലിംസ് കൺട്രീസിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ഡിസാസ്റ്ററോ ദുരന്തങ്ങളോ അല്ലെങ്കിൽ വാദസംബന്ധമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു
സംഘടനയാണ് റെഡ് ക്രസന്റ് കേട്ടോ. ക്ലിയർ ആയോ? റെഡ് ക്രസന്റ് എഴുതി വെക്കണോ? പറയാം. an organization in Islamic countries. പറയാം ട്ടോ. an organization in Islamic countries that helps people who are suffering because of a war or war or natural disaster. ഓക്കെ, അപ്പൊ റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിംസ് കൺട്രീസിലാണിത് ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളത് ഈ സിമ്പിള്. അതുപോലെ തന്നെ എന്താണ് ഡിസാസ്റ്റർ, ദുരന്തങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അതുപോലെ തന്നെ വാറുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളും ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും അല്ലെ. അവർക്ക് ഒരു സഹായം അല്ലെങ്കിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് റെഡ് ക്രസന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദുരന്തങ്ങള് വാറുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഡിസാസ്റ്റർ, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകുന്നു. എന്താണ്? ഒന്നുകൂടി വായിക്കാട്ടെ മിസ്. an organization in Islamic countries that helps people who are suffering because of a war or natural disaster. കിട്ടിയോ റെഡ് ക്രസന്റ്? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മാൾട്ടാസ് ക്രോസ്. ഓക്കെ, മാൾട്ടാസ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്പാകൃതിയിലുള്ള, നിങ്ങൾ കണ്ടില്ലേ 4 വശങ്ങളിൽ നിന്നല്ലേ ഇതിന്, അമ്പാകൃതിയിലുള്ള കോൺകേവ് ചതുർഭുജങ്ങളാണ്. അമ്പാകൃതിയിലുള്ള കോൺകേവ് ചതുർഭുജങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. മാൾട്ട കൺട്രീസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. മാൾട്ട കൺട്രീസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അമ്പാകൃതിയിലുള്ള കോൺകേവ് ചതുർഭുജങ്ങളാണ്. അമ്പാകൃതിയിലുള്ള കോൺകേവ് ചതുർഭുജങ്ങളാണ്. അതുപോലെ തന്നെ മാൾട്ട കൺട്രിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. മാൾട്ട കൺട്രിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. കിട്ടിയോ? എഴുതിയില്ലേ 4 കാര്യങ്ങളും 4 പിക്ചേഴ്സിന്റെ? ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റാർ ഓഫ് ലൈഫ് പറഞ്ഞു, റെഡ് ക്രോസ്, റെഡ് ക്രസന്റ്, മാൾട്ടേസ് ക്രോസ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടില്ലേ നിങ്ങള്? എന്താണ്? ആംബുലൻസ് എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. കണ്ടിട്ടുണ്ടോ ഈ പിക്ചർ? ആംബുലൻസ്, ആ വാഹനത്തിന്റെ അവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ, പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ല എല്ലാവരും? ശ്രദ്ധിക്കാത്തവരിനി ശ്രദ്ധിക്കാട്ടോ ആംബുലൻസ് ഒക്കെ പോകുമ്പോ. ഓക്കെ, ഇതിനെ പറയുന്നത് ബട്ടൺബർഗ് മാർക്കിംഗ്. ഓക്കെ, പറയുന്ന പേരാണ് ബട്ടൺബർഗ് മാർക്കിംഗ്. ആർ എ പാറ്റേൺ ഓഫ് ഹൈ വിസിബിലിറ്റി മാർക്കിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ
കോൺട്രാസ്റ്റ് കളറില് യെല്ലോ ആൻഡ് ഗ്രീൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്താണ്? വളരെ ദൂരത്ത് നിന്നും വാഹനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കോൺട്രാസ്റ്റ് കളറില് പെയിന്റുകൾ ചെയ്ത് എന്താണ് ആംബുലൻസിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള സിമ്പിൾ വെച്ചിരിക്കുന്നത്. പറയാം. കോൺട്രാസ്റ്റ് കളറില് ഇങ്ങനെ യെല്ലോ ആൻഡ് ഗ്രീൻ ആയിട്ട് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം പെയിന്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? വളരെ ദൂരത്ത് നിന്നും വാഹനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. വളരെ ദൂരത്ത് നിന്നും വാഹനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോൺട്രാസ്റ്റ് കളറില് ചിത്രം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, കിട്ടിയോ? ഫസ്റ്റ് പോയിന്റ് ഏതാണ് ശ്രുതി? ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇതിനകത്ത്. വളരെ ദൂരത്ത് നിന്നും വാഹനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കോൺട്രാസ്റ്റ് കളറില് യെല്ലോ ആൻഡ് ഗ്രീന് പോലെയുള്ള കോൺട്രാസ്റ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 1 മിനിറ്റ്. ഓക്കെ ആണോ? റെഡ് ക്രോസോ? റെഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് തുടങ്ങിയ മിസ് ഒന്നും കൂടിയും പറയാം കേട്ടോ. സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാല് എന്താണ്? വൈദ്യശാസ്ത്രത്തിന്റെ പുരാതന ചിഹ്നമാണ്. എല്ലാ ആംബുലൻസിലും കാണാൻ പറ്റും കേട്ടോ സ്റ്റാർ ഓഫ് ലൈഫ്. വൈദ്യശാസ്ത്രത്തിന്റെ പുരാതന ചിഹ്നം. ഇനി റെഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവനം. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവനം. റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും മുസ്ലിംസ് കൺട്രീസിലാണ് ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രകൃതി ദുരന്തങ്ങള്, അതുപോലെ പാറകള്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം നൽകുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാൾട്ട സ്ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൾട്ട കൺട്രീസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ എന്താണ്? അമ്മാകൃതിയിലുള്ള കോൺകേവ് ചതുർഭുജങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ബെറ്റൻബർഗ് മാർക്കിങ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ കണ്ടല്ലേ ഇങ്ങനെ എന്താണ്? ഗ്രീനും അതുപോലെ യെല്ലോ കളറാണ് കൊടുത്തിരിക്കുന്നത്. കോൺട്രാസ്റ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. വളരെ ദൂരത്ത് നിന്നും വരുന്ന വാഹനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ ദൂരത്ത് നിന്നും വരുന്ന വാഹനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ കോൺട്രാസ്റ്റ് കളറ് കൊടുത്തിരിക്കുന്നത്. കിട്ടിയോ? ഇനി നെക്സ്റ്റ് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. ഇനി പാസീവ് വിഷ്വൽ വാർണിംഗ്സിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ആംബുലൻസ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയായിരിക്കാം എന്ന് പറയാൻ പറ്റുമോ? ആംബുലൻസ് ആണ് നമുക്ക് കേൾക്കുമ്പോ അല്ലെങ്കിൽ ചിലപ്പോ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എങ്ങനെയെല്ലാം ആയിരിക്കാം? എങ്ങനെയാണ്? സൈറൻ, ആംബുലൻസ് വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റുമോ അല്ലെ? സൈറൻ സൗണ്ട് കേൾക്കും. അതുപോലെ തന്നെ എന്താണ്? ലൈറ്റുകൾ അല്ലെ?
റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ? ആ ലൈറ്റുകള്, ഹെഡ് ലൈറ്റുകള്, റൊട്ടേറ്റിംഗ് ലൈറ്റുകൾ ഉണ്ടാവും. പിന്നെന്തൊക്കെയായിരിക്കാം? ഇത്രയുള്ളോ? ഇപ്പൊ എന്താ നമ്മൾ പഠിച്ചത്? എഴുത്തുകള്, എഴുത്ത്. ഓക്കെ. ഇങ്ങനെയുള്ള കോൺട്രാസ്റ്റ് കളർ, സിമ്പിൾസ് എന്ന് പറയാം അല്ലെ? ഇവയെല്ലാം ചേർത്ത് നമുക്ക് സിമ്പിൾസ് എന്ന് പറയാൻ പറ്റും അല്ലെ? സിമ്പിൾസ്, സൈറൻ, അതുപോലെ എന്താണ് ഈ ലൈറ്റുകൾ, ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മള് ആംബുലൻസ് ആണ് തിരിച്ചറിയാൻ പറ്റുന്നത് അല്ലെ? ആ വാഹനത്തിന് സ്പീഡ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഓക്കെ. അപ്പോ ലൈറ്റ്സിനെ ഞാൻ പറഞ്ഞു പാസീവ് വിഷ്വൽ വാർണിംഗ്സ്, ഓഡിയബിൾ വാർണിംഗ്സ്, അതുപോലെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്, ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ലൈറ്റ്സിനെ പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്നും ഓഡിയബിൾ വാർണിംഗ്സ് എന്നും അതുപോലെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് എന്നും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറഞ്ഞാല് ഒരു വാഹനം ഡിസൈൻ ചെയ്യുമ്പോൾ, ഈ ആംബുലൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ ആ വാഹനത്തിന്റെ പുറത്ത് ഇത്തരത്തിലുള്ള സിംബലുകൾ ഒട്ടിച്ചിട്ടുണ്ടാവും. ഓക്കെ. അതിനെയാണ് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ സിംബലുകൾ ഒട്ടിച്ചിട്ടുണ്ടാവും. അതുപോലെ ഈ വാഹനം പാസ് ചെയ്തു പോകുമ്പോൾ അതിന് പുറത്ത് ഈ സിംബലുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഇല്ലേ? കാണാൻ പറ്റും. അതുവഴി നമുക്ക് എന്താണ് ആംബുലൻസ് ആണ് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അതിനെയൊക്കെയാണ് ഈ പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്. കിട്ടിയോ? പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറഞ്ഞാല് വാഹനത്തിന്റെ പുറത്ത് ഇങ്ങനെയുള്ള സിംബലുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് ആംബുലൻസ് ആണ് തിരിച്ചറിയാൻ കഴിയും അല്ലെ? അങ്ങനെയുള്ള വാർണിംഗ്സിനെയാണ് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്നുള്ളത് നോക്കാം. പാസീവ് വിഷ്വൽ വാർണിംഗ്സ് are generally part of the design of the vehicle. എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ? ഇങ്ങനെയുള്ള സിംബൽസുകൾ എന്താണ്? പാർട്ട് ഓഫ് ദ ഡിസൈൻ ഓഫ് ദ വെഹിക്കിൾ ആണ്. ഈ വാഹനത്തിന്റെ പുറത്ത് ഇങ്ങനെയുള്ള ഡിസൈനുകൾ വെച്ചിട്ടുണ്ടാവും. And the usage of high contrast patterns are involved. നമ്മൾ പഠിച്ചതാണ് റിട്ടൻബർഗ് മാർക്കിംഗ് ഒക്കെ. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് അതിന്റെ പ്രത്യേകതകള്? യെല്ലോ ആൻഡ് ഗ്രീൻ അങ്ങനെയുള്ള കോൺട്രാസ്റ്റ് കളറിലായിരിക്കും അത് ചെയ്യുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ്? Older ambulances are more likely to have their pattern painted on, whereas modern ambulances normally carry retro-reflective designs which reflect light from car headlight or torches. അപ്പൊ ഓൾഡർ പഴയകാല ആംബുലൻസുകളില് ഇങ്ങനെയുള്ള ഈ എന്താണ് കോൺട്രാസ്റ്റ് കളറ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പെയിന്റ് അടിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ. എങ്ങനെയാണ് അത്? എന്താണ് ഇങ്ങനെയുള്ള ഡിസൈനുകള് ഓൾഡർ ആംബുലൻസില് പെയിന്റ് അടിച്ചിട്ടാണ് ചെയ്യാറ്. ഇനി മോഡേൺ തരത്തിലുള്ള ആംബുലൻസ് ആയപ്പോഴേക്കും റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിംബൽസ് അവര് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓൾഡർ ആംബുലൻസിൽ എങ്ങനെയായിരുന്നു? പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോഡേൺ ആയപ്പോഴേക്കും റിട്രോ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസുകളാണ്. അതിന്റെ പ്രത്യേകതകൾ എന്തായിരിക്കും? റിഫ്ലക്റ്റീവ് ലൈറ്റ്സ് അല്ലെ? ഇപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാർ ഹെഡ് ലൈറ്റ് ഓർ ടോർച്ച്, അത് രാത്രി കാലത്തുള്ള പ്രത്യേകതകളെ കുറിച്ചാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ കാറ് രാത്രി കാലങ്ങളിൽ കാറിന്റെ ഹെഡ് ലൈറ്റോ അല്ലെങ്കിൽ ഒരാൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ അയാളുടെ ടോർച്ചിന്റെ വെളിച്ചത്തിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റിഫ്ലക്ട് ചെയ്ത് നമ്മളെ കാണിക്കും അല്ലെ? അവിടെ തട്ടി ആ ലൈറ്റ് ആ വാഹനത്തിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അത് ആംബുലൻസ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസിന്റെ പ്രത്യേകതകൾ എന്താണ്? അത് റിഫ്ലക്ട് ചെയ്ത് ആ ലൈറ്റുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ, പ്രതിഫലിക്കുന്നുണ്ട്. ഓക്കെ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രതിഫലിക്കുക. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? അപ്പൊ ആദ്യകാലങ്ങളില് ഓൾഡർ ആംബുലൻസിലാണെങ്കിൽ അത് പെയിന്റ് അടിച്ചാണ് വെക്കുന്നത്. ഇനി അതുപോലെ തന്നെ മോഡേൺ ആയപ്പോഴേക്കും എന്താണ്? അത് റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസ് ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലൊക്കെ ഇപ്പൊ കാറിന്റെ ഹെഡ് ലൈറ്റ് വഴിയോ അല്ലെങ്കിൽ കാറ് മാത്രമല്ല കേട്ടോ, ഇവിടെ കാറായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പൊ കാറിന്റെ ഹെഡ് ലൈറ്റ് വഴിയോ അതുപോലെ തന്നെ ഇപ്പൊ ഒരാളുടെ ടോർച്ചിന്റെ വെളിച്ചത്തിലോ
നമുക്കത് റിഫ്ലക്ട് ചെയ്ത് പ്രതിഫലിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് another passive marking term is the word ambulance is in reverse on front of the vehicle. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആംബുലൻസ് എന്ന് എഴുതിയിട്ട് ആൽഫബറ്റ്സ് തിരിച്ച് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. റിവേഴ്സില് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാവാം? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ റിഫ്ലക്ട് റിവേഴ്സിൽ എഴുതി മിറർ കാണാൻ വേണ്ടിട്ടല്ലേ? മിററിൽ അത് കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസിൽ നിന്ന് തിരിച്ച് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ പോകുന്ന വാഹനങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തല തിരിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ദിസ് enables drivers of other vehicles simple to identify an approaching ambulance in their rear view mirror. Ambulance may display the name of their owner or operator. ഇനി എന്താണ് ഇപ്പോ ആംബുലൻസിന്റെ നമ്മൾ ആംബുലൻസ് എന്നുള്ളത് തല തിരിച്ച് എഴുതി വെക്കാറുണ്ട്. അതുപോലെ തന്നെ ആംബുലൻസില് ഈ ഓണറുടെ പേര് കണ്ടിട്ടുണ്ടോ നിങ്ങള്? അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആംബുലൻസിന്റെ ആ ഫ്രണ്ടിൽ തന്നെ കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ, ചിലപ്പോ എന്തായിരിക്കാം, എങ്ങനെയായിരിക്കാം ആ പേര്? എന്തൊക്കെ പേരുകളിൽ എഴുതി വെക്കാറുണ്ട്? അതൊന്നും പറയാൻ പറ്റുമോ? ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ. ഇപ്പൊ ആരെങ്കിലും ചാരിറ്റി ബേസിലാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നതെങ്കിൽ കാരുണ്യ അല്ലെങ്കിൽ സാന്ത്വനം കണ്ടിട്ടില്ലേ നിങ്ങള്? അങ്ങനെ ഓണേഴ്സിന്റെ പേരുകളും എഴുതി വെക്കാറുണ്ട്. ഇനി എന്താണ് and an emergency telephone number for the ambulance service. ഇനി എന്തുണ്ടാവാറുണ്ട്? നമ്പർ ഉണ്ടാവാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്പർ ഉള്ളത്? 108. ഓക്കെ, എല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്പർ ഉള്ളത്. എമർജൻസി കാര്യങ്ങള് എന്തെങ്കിലും എമർജൻസി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, പെട്ടെന്ന് ആ ഡ്രൈവറെ അല്ലെങ്കിൽ ആംബുലൻസിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്, കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആംബുലൻസ് മേ ഓൾസോ ഹാവ് എ സിമ്പിൾ ഡിസ്പ്ലേഡ്. ഇനി എന്താണ് ലാസ്റ്റ് പോയിന്റ്? സിമ്പിൾസും അതിനകത്ത് ആംബുലൻസിൽ കാണാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് പാസീവ് വിഷ്വൽ വാർണിംഗ്സിൽ വരുന്നത്. അപ്പൊ ഓൾഡർ ആംബുലൻസ് ആയിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഇങ്ങനെയുള്ള സിമ്പിൾസുകള് പെയിന്റ് അടിച്ചാണ് വെക്കാറ്. അതുപോലെ തന്നെ മോഡേൺ ടൈപ്പ് ആയപ്പോഴേക്കും അത് റിട്രോഫ്ലെക്റ്റീവ് ഡിസൈനിലോട്ട് ആയിട്ട് മാറി. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? മറ്റുള്ളവർക്ക് അല്ലെ, ഇപ്പോ ടോർച്ചിന്റെ വെളിച്ചത്തിലായാലും കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിലായാലും അത് റിഫ്ലക്ട് ചെയ്ത് പെട്ടെന്ന് ആളുകൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ റിവേഴ്സിൽ എന്താണ് ആംബുലൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രണ്ടിൽ പോകുന്ന വാഹനങ്ങൾക്ക് ആ ഡ്രൈവേഴ്സിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആംബുലൻസ് വരുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മള് ആംബുലൻസ് ഇപ്പോ ചാരിറ്റി വഴി ആരെങ്കിലും സ്പോൺസർ ചെയ്തിരിക്കുന്നതാണെങ്കിൽ ആംബുലൻസിൽ എന്തുണ്ടാവും? പുറത്ത് പേര് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ. സാന്ത്വനം, കാരുണ്യ ഒക്കെ പേരെഴുതി ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ടെലിഫോൺ നമ്പറും ഉണ്ടാവും. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് സിമ്പിൾസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഇത്തരം കാര്യങ്ങൾ. സിമ്പിൾസ് തൊട്ട് ഇത്ര വരെയുള്ളത് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്. Usually the visual signals for the task are in the shape of flashing ലൈറ്റുകൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫ്ലാഷിംഗ് ലൈറ്റുകൾ? എന്താണ് ഫ്ലാഷിംഗ് ലൈറ്റുകൾ എന്ന് പറഞ്ഞാല്? എന്തായിരുന്നു ആംബുലൻസിലെ ഫ്ലാഷിംഗ് ലൈറ്റ്? ഇങ്ങനെയായിരിക്കാം. പ്രത്യേകത എന്താണ് ഫ്ലാഷിംഗ് ലൈറ്റിന്റെ? ടെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതെങ്ങനെയാണ്? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ഫുൾ കളർ ഉണ്ടാവും അല്ലെ? ഓക്കെ, കളറിന്റെ പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫ്ലാഷിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ആ ലൈറ്റുകൾ, അതിനെയാണ് നമ്മൾ ഫ്ലാഷിംഗ് ലൈറ്റുകൾ എന്ന് പറയുന്നത്. These flash in order to attract the attention to other road users as the ambulance approach to or to produce the warning to motorists approaching the stopped ambulance in the dangerous position in the on a road. അപ്പൊ എന്താ പറയുന്നത് ഫസ്റ്റ് പോയിന്റില്? ഈ റോഡ് യൂസേഴ്സ് ഉണ്ടാവും അല്ലെ? വാഹനങ്ങള് പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. നടന്നു പോണവരുണ്ടാവാം, അല്ലെങ്കിൽ വാഹനം ഓടിച്ച് പോണവരുണ്ടാവും. അപ്പൊ ഈ ആംബുലൻസ് വരുമ്പോ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൈറൻ മുഴക്കാം. അതുപോലെ ഇങ്ങനെയുള്ള ലൈറ്റുകൾ, നമ്മള് ഈ റൊട്ടേറ്റിംഗ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂരെ നിന്നും ആളുകൾക്ക് അത് കാണാൻ പറ്റുകയും റോഡ് യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? റോഡ് യൂസർ എന്ന് പറഞ്ഞാൽ അറിയാലോ, റോഡ് യൂസ് ചെയ്യുന്ന മറ്റു വാഹനങ്ങള് റോഡിലൂടെ കൊണ്ടുപോകുന്ന ആളുകളെയാണ് റോഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താണ്, ഇങ്ങനെ സൈറൻ മുഴക്കിയും ലൈറ്റുകളൊക്കെ ഇട്ട് വരുമ്പോ അവർക്ക് റോഡിൽ നിന്ന് വാഹനങ്ങള് മാറ്റിക്കൊടുത്ത് റോഡ് ക്ലീൻ ആക്കി കൊടുക്കാനായിട്ട്, ആ വാഹനത്തിന്, ആംബുലൻസിന് കടന്നു പോകാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, ടു പ്രൊവൈഡ് വാർണിംഗ് ടു മോട്ടോറിസ്റ്റ് എന്ന് പറഞ്ഞാലും റോഡ് യൂസേഴ്സ് തന്നെയാണ് കേട്ടോ അർത്ഥം വരുന്നത് കേട്ടോ. മോട്ടോറിസ്റ്റ് എന്ന് പറഞ്ഞാലും റോഡ് യൂസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പം ഒരു ആക്സിഡന്റ് സംഭവിച്ച് ആംബുലൻസ് വന്ന് ആളെ കയറ്റാനായിട്ടുള്ള സമയം നമ്മൾ എടുത്ത് കയറ്റുമല്ലോ. റോഡിൽ നിന്ന് കിടക്കുന്ന ആളുകളെ നമ്മള് ആംബുലൻസിലേക്ക് എടുത്ത് കയറ്റുമ്പോ ഈ വാഹനം നിർത്തിയിടൂലേ? നമ്മള് ആംബുലൻസ് നിർത്തിയിട്ടാണല്ലേ കയറ്റുന്നത്. അപ്പൊ എന്തുണ്ടാവും? ഈ ലൈറ്റുകൾ ഉണ്ടാവും, സൈറനും മുഴക്കും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടായിരിക്കാം മറ്റു ദിശയിൽ നിന്നും മോട്ടോറിസ്റ്റുകൾ അല്ലെ, റോഡ് യൂസ് ചെയ്യുന്ന ആൾക്കാര് ദിശ മാറി ഇതിലേക്ക്, ഈ ആക്സിഡന്റ് നടക്കുന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ വാഹനത്തിന്റെ ഇടയിലേക്കോ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ ലൈറ്റുകൾ ആയാലും സൈറൻ ആയാലും അവര് ഇട്ട് ഇരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് നമ്മള് എന്ത് ചെയ്യുന്നുണ്ട്? ആളെ വണ്ടിയിലേക്ക് എടുത്ത് കയറ്റുമോ അല്ലെ? അപ്പൊ വണ്ടിയിലേക്ക് എടുത്ത് കയറ്റുമ്പോ എന്താണ്, സൈറൻ മുഴുക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ലൈറ്റുകളും, ഏറ്റവും ലൈറ്റുകളും ആ വാഹനത്തിന്റെ ഇട്ടിട്ടുണ്ടാവും. ഇതിനു വേണ്ടിയിട്ടായിരിക്കാം മറ്റു ദിശകളിൽ നിന്ന്, റോഡിന്റെ ആ ദിശയിൽ നിന്ന് ആളുകൾ ആ ദിശ മാറി വരാതിരിക്കാൻ, ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വാർണിംഗ് ലൈറ്റുകളൊക്കെ ഇടുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് കോമൺ കളേഴ്സ് ഫോർ ആംബുലൻസ് വാർണിംഗ്? Beacons are blue, red, amber. Amber എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൗണിഷ് യെല്ലോ കളർ ആണ് കേട്ടോ. ആംബർ എന്ന് പറഞ്ഞാല് ബ്രൗണിഷ് യെല്ലോ കളർ. അതുപോലെ തന്നെ ആൻഡ് വൈറ്റ്. ഇതൊക്കെ എന്താണ്? ഈ കോമൺ കളേഴ്സ് ആണ്. വാർണിംഗ് ലൈറ്റ്സിന് ഉപയോഗിക്കുന്ന കോമൺ കളേഴ്സ് ആണ്. ബ്ലൂ, അതുപോലെ തന്നെ റെഡ് ഉണ്ടാവും, ആംബർ ബ്രൗണിഷ് യെല്ലോ കളർ, അതുപോലെ തന്നെ വൈറ്റ്. ഈ കളറുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കോമൺ കളേഴ്സ് ചോദിക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കണം. ബ്ലൂ, റെഡ്, ആംബർ ആൻഡ് വൈറ്റ്. However, the color may differ by country. അപ്പൊ കൺട്രി അനുസരിച്ച് ഈ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. There are several technologies presently used to achieve the flashing effect. This includes flashing a light bulb or LED, flashing or rotating halogens or strobe light,
which are commonly brighter than the incandescent light. അപ്പോ ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള ഫ്ലാഷിംഗ് ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ലൈറ്റുകളാണ് യൂസ് ചെയ്യുന്നത്? LED ലൈറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സ്ട്രോബ് ലൈറ്റ് ഉണ്ട്. സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്ട്രോബ് ലൈറ്റ് എന്തായിരിക്കും? സ്ട്രോബ് ലൈറ്റ് എന്താണ്? റൊട്ടേഷൻ. ഓക്കെ, റൊട്ടേഷൻ ലൈറ്റ്. റൊട്ടേഷൻ ലൈറ്റ് ആണോ? ഈ സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ആംബുലൻസിന്റെ 4 കോർണറിലുള്ള ലൈറ്റുകളാണ് കേട്ടോ. ഒന്ന് ലെറ്റർ അടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആംബുലൻസിന്റെ 4 കോർണറിലും ഉണ്ടാക്കുന്ന ഒരു ബ്രൈറ്റ്നെസ് സാധാരണ മിന്നിത്തിളങ്ങുന്ന ലൈറ്റിനെക്കാട്ടിലും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകളെയാണ് നമ്മൾ സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ മിന്നിത്തിളങ്ങുന്ന ലൈറ്റിനെക്കാട്ടിലും ഇത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കേട്ടോ. 4 കോർണറിലും കാണപ്പെടുന്ന ലൈറ്റ്. ക്ലിയർ ആയോ? തേർഡ് സെന്റൻസ്, LED ബൾബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രോബ് ലൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. ആ സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ഈ ഫ്ലാഷ് ലൈറ്റിനെക്കാട്ടിലും ഇത്തിരി ബ്രൈറ്റ് ഉള്ള ലൈറ്റ് ആയിരിക്കും. നമ്മള് 4 കോർണറിൽ കാണപ്പെടുന്ന ലൈറ്റ്, വണ്ടിയുടെ 4 കോർണറിൽ കാണപ്പെടുന്നു. ഞാൻ പറയാം കേട്ടോ, പോയിന്റ്സ് ഞാൻ പറയാം. ഒന്നുകൂടി ഇത് ഫുള്ളൊന്ന് തീർത്തിട്ട് ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം ആദ്യം തൊട്ട് കേട്ടോ. ഓക്കെ, എവിടെയെങ്കിലും നിങ്ങൾ ചോദിക്കുമ്പോ അതിന്റെ കണ്ടിന്യൂഷൻ തോന്നിയത് അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. സോ ആസ് ടു ഇൻക്രീസ് സേഫ്റ്റി, it is the best practice to have 360 coverage with the active warnings, enhancing the change of the vehicle being seen from all sides. ഇനി ഇങ്ങനെയുള്ള ഈ വാർണിംഗ് ലൈറ്റുകൾ ഇടുന്നത് കൊണ്ട് നമ്മളിപ്പോ ഒരു പ്രദേശത്തേക്ക് ആംബുലൻസ് വരുമ്പോ ആ പ്രദേശത്ത് 360 ഡിഗ്രി വരെ കവർ ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പ്രദേശത്തേക്ക് ആംബുലൻസ് കടന്നു വരുന്നുണ്ടെന്ന് നമുക്ക് എന്താണ് സൈറൻ മുഴക്കിയും അതിന്റെ ആ ലൈറ്റിങ്ങും കണ്ടിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ. ഈ ലൈറ്റുകള് എന്താണ്, ലൈറ്റുകൾ ഇട്ടിട്ട് നിൽക്കുന്ന ആ ഭാഗത്ത് നമുക്ക് ഏത് സ്ഥലത്ത് നിന്നും 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഏത് സ്ഥലത്ത് നിന്നും നോക്കിയിട്ടുണ്ടെങ്കിലും അതിനെ ആ വാഹനം വരുന്നുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? 360 ഡിഗ്രി കവറേജ് എന്ന് പറഞ്ഞത് ഒരു പ്രദേശത്തിന്റെ ഏത് സ്ഥലത്തും എന്താണ് 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അറിയാലോ, മൊത്തമായിട്ടല്ലേ ആ പ്രദേശം മൊത്തമായിട്ട് നമുക്ക് അതിന്റെ ഏത് കോർണറിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് സൈറൻ മുഴക്കി ആയാലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ വാർണിംഗ് ലൈറ്റ്സുകൾ അല്ലെ, റൊട്ടേറ്റിംഗ് ലൈറ്റുകൾ കൊണ്ട് നമുക്ക് ഏത് സ്ഥലത്ത് നിന്നും ആ പ്രദേശത്തിന്റെ ഏത് കോർണറിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ വാഹനം വരുന്നത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, ഒന്നും കൂടി ആദ്യം ഒന്ന് പറയാം കേട്ടോ. ആദ്യം മുതലുള്ള സെന്റൻസുകൾ ഒന്നും കൂടി പറയാം. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഫ്ലാഷിംഗ് ലൈറ്റുകൾ അല്ലെ. ഫ്ലാഷിംഗ് ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് ലൈറ്റുകളാണ്. അപ്പോ അങ്ങനെ റോഡ് യൂസേഴ്സിന് ഈ ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഇട്ടുകൊണ്ട് ഈ ആംബുലൻസ് വരുന്നത് കൊണ്ട് തന്നെ റോഡ് യൂസേഴ്സിന് അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടും റോഡിൽ നിന്ന് വാഹനങ്ങൾ മാറ്റി ആ വാഹനത്തെ കടത്തിവിടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്താണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആംബുലൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത് ആ വാഹനം നിർത്തിയിടുകയും സൈറൻ മുഴക്കുകയും ഈ റൊട്ടേറ്റിംഗ് ലൈറ്റ് ഇടുകയും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റു ദിശകളിൽ നിന്ന് മോട്ടോറിസ്റ്റുകൾ അല്ലെ, റോഡ് യൂസ് ചെയ്യുന്ന ആളുകള് എതിർ ദിശയിൽ നിന്ന് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കോമൺ കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ് കോമൺ കളേഴ്സ് ആയിട്ട് വരുന്നത്? ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ, ബ്രൗണിഷ് യെല്ലോ കളറാണ് ആംബർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ വൈറ്റ് കളർ
കൺട്രികൾ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും ഈ ലൈറ്റുകൾക്ക് യൂസ് ചെയ്യുന്നത് LED ആണ്. അതുപോലെ തന്നെ സ്ട്രോബ് ലൈറ്റ് ഉണ്ട്. സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാല് ആംബുലൻസിന്റെ 4 കോർണറിലും കാണപ്പെടുന്ന ലൈറ്റുകളെയാണ് സ്ട്രോബ് ലൈറ്റുകൾ എന്ന് പറയുന്നത്. ഈ സ്ട്രോബ് ലൈറ്റുകള് മിന്നിത്തിളങ്ങുന്ന സാധാരണ മിന്നിത്തിളങ്ങുന്ന LED ലൈറ്റിനെക്കാട്ടിലും കൂടുതൽ ബ്രൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ 360 ഡിഗ്രി കവറേജിന്റെ കാര്യം അവിടെ പറഞ്ഞു. എന്താണ് സൈറൻ മുഴക്കിയും അതുപോലെ തന്നെ ഈ ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഇട്ട് ആംബുലൻസ് വരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രദേശത്തിന്റെ ഏത് ദിശയിൽ നിന്ന് അല്ലെങ്കിൽ ഏത് കോർണറിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി 4 പോയിന്റ്സ്. ഓക്കെയാണ്, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ആണ് ഓഡിയബിൾ വാണിംഗ്. ഓഡിയബിൾ വാണിംഗ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. Beside visual warnings, ambulance can be equipped with the audible warnings, sometimes known as siren, which can alert people and vehicle to the presence of an ambulance before they can be used. ഇനി ഓഡിബിൾ വാണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കേൾക്കാൻ പറ്റുന്ന വാണിംഗ് ആണ് അല്ലേ? ഓഡിയബിൾ എന്ന് പറഞ്ഞാല് എന്താണ്? ഓഡിയോ നമുക്ക് എന്താണ് കേൾക്കാൻ പറ്റുന്നത്. ഓഡിബിൾ വാണിംഗ്സ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കാം ആംബുലൻസിൽ വരുന്നത്? ആ വാഹനത്തിൽ വരുന്ന വാണിംഗ്സ് ഏതായിരിക്കാം? ഓഡിയബിൾ എന്ന് പറയുമ്പോൾ കേൾക്കാൻ പറ്റുന്നത് സൈറൻ ആണല്ലേ? സൈറൻ. അതിന് എന്താണ്? അലേർട്ട്. പീപ്പിൾസിന് ഒരു അലേർട്ട് ആണ് അല്ലെ? പൊതുജനങ്ങൾക്ക് ഒരു അലേർട്ട് ആണ് നൽകുന്നത് അല്ലെ? സൈറനിന്റെ വാഹനം വരുന്നുണ്ട്, വാഹനം നീക്കി കൊടുക്കുക. സൈറൻ വിളിക്ക് വരുമ്പോ എല്ലാ വാഹനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഒതുക്കി കൊടുത്ത് അത് പോകാനായിട്ട്, ആംബുലൻസ് കടന്നു പോകാനായിട്ട് സഹായിക്കുന്നുണ്ട് സൈറൻ വഴി. ഇനി എന്താണ്? The first hearable warning were mechanical bells mounted to either the front or roof of the ambulance. ഇനി പഴയ കാലത്ത് ആംബുലൻസില് ഈ സൈറന് പകരം ഉപയോഗിച്ചിരുന്ന ഹിയറബിൾ വാണിംഗ് എന്ന് പറയുന്നത് ഏതാണ്? മെക്കാനിക്കൽ ബെൽസ് ആയിരുന്നു. അണ്ടർലൈൻ ചെയ്തേ. പണ്ട് കാലങ്ങളില് ആംബുലൻസിൽ സൈറന് പകരം ഉപയോഗിച്ചിരുന്നത് ഈ മെക്കാനിക്കൽ ബെൽസ് ആയിരുന്നു. മെക്കാനിക്കൽ ബെൽസ് ഉയർത്തിപ്പിടിച്ചിട്ടാണ് ആംബുലൻസ് കടന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നീടാണ് സൈറൻ വന്നത്. മോസ്റ്റ് മോഡേൺ ആംബുലൻസ് ആർ നൗ equipped with electronic siren which produce a range of different noise which ambulance operators can use to attract more attention to themselves, especially when advancing through an insertion or in heavy traffic. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരാള് ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുപോകുമ്പോഴും അതുപോലെ തന്നെ മരണപ്പെട്ട ഒരാളെ വീട്ടിലേക്ക്, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും ആംബുലൻസില് ഡിഫറെന്റ് സൗണ്ട്സ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവരെ യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ആംബുലൻസില് മരണപ്പെട്ടു ഒരാള് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴോ അതുപോലെ തന്നെ ആക്സിഡന്റ് ടൈമിൽ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടോ അവര് യൂസ് ചെയ്യുന്ന, ആ വാഹനത്തിൽ യൂസ് ചെയ്യുന്ന സൈറൻ അല്ലെങ്കിൽ സൗണ്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ശ്രദ്ധിക്കുക, അതവരും ശ്രദ്ധിക്കുക കേട്ടോ. ഡിഫറെന്റ് ഉണ്ട് കേട്ടോ. ഡിഫറെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? A new development is used of the RDS. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ, മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. RDS എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയോ ഡാറ്റ സിസ്റ്റം, സിസ്റ്റം ഓഫ്
കാർ റേഡിയോസ്. കാർ റേഡിയോസ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കാറിൽ യൂസ് ചെയ്യുന്ന റേഡിയോസ് ഇല്ലേ? അത് തന്നെ സെയിം തന്നെയുള്ള ഒരു എന്താണ് റേഡിയോസ് ആണ് ഈ RDS എന്ന് പറഞ്ഞാൽ കേട്ടോ, റേഡിയോ ഡാറ്റ സിസ്റ്റം. അപ്പോ ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം വഴി ആംബുലൻസ് വരുമ്പോ മറ്റു വാഹനങ്ങളില് ഈ കാർ റേഡിയോസ് പോലെ തന്നെയുള്ള ഒരു എന്താണ് റേഡിയോ ആണെന്ന് പറഞ്ഞല്ലേ RDS. ഈ RDS മറ്റു വാഹനങ്ങളിലും ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആംബുലൻസ് കടന്നു പോകുന്ന പ്രദേശത്ത് RDS ഘടിപ്പിച്ചിട്ടുള്ള മറ്റു വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ആംബുലൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് റേഡിയോസ് വഴി സാധിക്കുന്നുണ്ട്. റേഡിയോ ഡാറ്റ സിസ്റ്റം വഴി സാധിക്കും. അപ്പൊ എന്ത് ചെയ്യും? ആംബുലൻസ് ഡ്രൈവർ ഈ മെസ്സേജ് പാസ് ചെയ്യും മറ്റു വാഹനങ്ങളിലേക്ക്. ഇങ്ങനെയുള്ള കാർ റേഡിയോ ഉള്ള വാഹനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മെസ്സേജ് പാസ് ചെയ്യുന്നതിലൂടെ വാഹനങ്ങളെ മാറ്റി ആ ഒരു പ്രത്യേക പ്രദേശത്താണ് കേട്ടോ, ആ ഒരു എന്താണ് പറയാ, ഒരു പ്രത്യേക റേഞ്ചിനുള്ളില് ആ മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ആംബുലൻസിൽ നിന്ന് ആ ഡ്രൈവർക്ക് മറ്റു വാഹനങ്ങളിലേക്ക് ഇങ്ങനെയുള്ള മെസ്സേജ് പാസ് ചെയ്യുകയും റോഡിൽ നിന്ന് വാഹനങ്ങളെ മാറ്റിക്കൊടുത്ത് അത് കടന്നു പോകാനായിട്ട്, സുഗമമായിട്ട് കടന്നു പോകാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുവഴി? റേഡിയോ ഡാറ്റ സിസ്റ്റം വഴി. ക്ലിയർ ആയോ റേഡിയോ ഡാറ്റ സിസ്റ്റം എന്താണെന്ന്? ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ഇതുപോലെ തന്നെയുള്ള ഒരു പോയിന്റ് തന്നെയാണ്. The ambulance is equipped with a short range FM transmitter which formulates the radio of all cars within range. അതുപോലെ തന്നെ സെയിം എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ സിസ്റ്റം, സെയിം റേഡിയോ ഡാറ്റ സിസ്റ്റം പോലെ തന്നെയുള്ള ഒരു സിസ്റ്റമാണ് FM ട്രാൻസ്മിറ്റർ. മനസ്സിലായോ? FM ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാലും റേഡിയോ ഡാറ്റ സിസ്റ്റം പോലെ തന്നെയാണ്. ഈ FM ട്രാൻസ്മിറ്റർ ഉണ്ടെങ്കിൽ ഇത് ചെയ്യുന്നുണ്ട്, പ്രത്യേക റേഞ്ചിലുള്ള പ്രദേശത്ത് ആ വാഹനങ്ങളിലേക്ക് ഈ മെസ്സേജ് പാസ് ചെയ്ത് ആംബുലൻസ് ഡ്രൈവർ പാസ് ചെയ്യുന്നതിലൂടെ ആ പ്രത്യേക റേഞ്ചിലുള്ള പ്രദേശങ്ങളിലുള്ള വാഹനങ്ങൾക്ക് റോഡിൽ നിന്ന് വാഹനങ്ങളെ മാറ്റി കൊടുത്ത് അത് പോകാനായിട്ട് എളുപ്പമാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ട്രാൻസ്മിറ്ററും അതുപോലെ തന്നെ റേഡിയോ ഡാറ്റ സിസ്റ്റവും ഒന്ന് തന്നെയാണ് കേട്ടോ. ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഒന്ന് തന്നെയാണ്. ഓക്കെ, റേഡിയോ ഡാറ്റ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് എക്സ്പാൻഡഡ് ഫോം ചോദിക്കാവുന്നതാണ്. കാർ റേഡിയോ പോലെ തന്നെയുള്ള ഒരു സിസ്റ്റമാണ്. ക്ലിയർ ആയോ? അതിൽ നോക്കേണ്ടത് എന്താണ്? ഈ ഇങ്ങനെയുള്ള എന്താണ് ഓഡിയബിൾ വാണിംഗ് എന്ന് പറഞ്ഞാല്, ആംബുലൻസിലെ ഓഡിയബിൾ വാണിംഗ് എന്ന് പറഞ്ഞാല് സൈറൻ ആണ്. പണ്ട് കാലങ്ങളിൽ സൈറന് പകരം ഉപയോഗിച്ചിരുന്നത് മെക്കാനിക്കൽ ബെൽസ് ആണ്. അതും ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം. അതുപോലെ തന്നെ നമ്മൾ മരിച്ചു കൊണ്ടുപോകുമ്പോഴും അതുപോലെ തന്നെ ആക്സിഡന്റ് ആയി ഒരാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് ആംബുലൻസിൽ ഡിഫറെന്റ് എന്താണ് സൗണ്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റേഡിയോ ഡാറ്റ സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു. FM ട്രാൻസ്മിറ്റർ നോക്കാം. വാങ്ങിച്ചോട്ടെ. ഡിഫറെന്റ് നോയ്സസ്, ഡിഫറെന്റ് സൗണ്ട്സ് ആണ് ആംബുലൻസിൽ ഇടുന്നത്. ഓക്കെ, ഡിഫറെന്റ് സൗണ്ട്സ്. ഒരാളെ മരിച്ചു കൊണ്ട് പോകുമ്പോഴും അതുപോലെ തന്നെ ആക്സിഡന്റ് ആയിട്ട് ഒരാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോഴും ഡിഫറെന്റ് സൗണ്ട്സ് ആണ് അതിൽ അവര് ചെയ്യുന്നത്. ഓക്കെ, മരിച്ചു കൊണ്ട് പോകുമ്പോഴും അത്ര എന്താണ് ആക്സിഡന്റ് ആൻഡ് മരിച്ചു കൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് എന്തായിരിക്കും? ഒരാളെ പെട്ടെന്ന് എത്തിക്കാൻ അല്ലെ, ആക്സിഡന്റ് കേസായ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മരിച്ചുകൊണ്ട് പോകുമ്പോൾ എന്താണ്? മരണപ്പെട്ടിരിക്കുകയാണ് അല്ലെ, വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ അതിന് ഡിഫറെന്റ് സൗണ്ട്സ് ആണ് ആംബുലൻസിൽ മുഴക്കുന്നത്. ഓക്കെ, അതാണ് തേർഡ് പോയിന്റ് പറയുന്നത് കേട്ടോ.
ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? തേർഡ് പോയിന്റ് പോർട്ടബിൾ വാർണിംഗ്സിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോസ്റ്റ് കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. The ambulance ride cost can be paid from several sources, and this will rely on local situation or kinds of service being provided by whom and by to whom. നമ്മൾ ആംബുലൻസ് സർവീസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ആംബുലൻസ് സർവീസ് നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ക്യാഷ് കൊടുക്കണം അല്ലെ? ഓക്കെ, ക്യാഷ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ലോക്കൽ സിറ്റുവേഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് സർവീസിന് അനുസരിച്ചോ നമ്മൾ ആർക്ക് കൊടുക്കണം, ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അതാണ് ജസ്റ്റ്. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു 4 പോയിന്റ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. The full or the majority part of the cost of transport by ambulance is borne by the local, regional or national government. അപ്പൊ എന്താണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ ആരായിരിക്കാം ഇങ്ങനെയുള്ള പോസ്റ്റുകൾ കൊടുക്കുന്നത്? ആംബുലൻസ് സർവീസിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ ആരായിരിക്കാം കൊടുക്കുന്നത്? ഗവൺമെന്റ് അല്ലേ? നോക്കാനൊന്നുമില്ല. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആണ് അങ്ങനെയുള്ള പോസ്റ്റുകൾ കൊടുക്കുന്നത്. ആംബുലൻസ് സർവീസുമായിട്ട് അതിന്റെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നാഷണൽ ഗവൺമെന്റ് ആവാം അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് ആവാം. അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആംബുലൻസ് ആണ്. അതുകൊണ്ട് തന്നെ നാഷണൽ ഗവൺമെന്റോ അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആംബുലൻസ് സർവീസ് ആയതുകൊണ്ട് തന്നെ ആ ഗവൺമെന്റ്സ് ആണ് ഫണ്ടുകൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി എന്താണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്? കോസ്റ്റ് ഓഫ് ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈ themselves or through their insurance company. ഇനി എങ്ങനെയായിരിക്കാം പ്രൈവറ്റ് ഫണ്ടഡ് സർവീസിൽ ചെയ്യുന്നത്? ആരായിരിക്കാം ഫണ്ട് കൊടുക്കുന്നത് പ്രൈവറ്റ്ലി എന്ന് പറയുമ്പോൾ? സെൽഫ് ആയിട്ട് അല്ലെ? നമ്മൾ വിളിച്ച ആംബുലൻസ് ആണെങ്കിൽ നമ്മൾ തന്നെ പൈസ കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? ചിലപ്പോ ഇൻഷുറൻസ് എടുത്ത വ്യക്തികളാണെങ്കിൽ ചിലപ്പോ അവരുടെ ഇൻഷുറൻസ് കമ്പനീസ് അവർക്ക് എന്ത് ചെയ്യും? ഈ ആംബുലൻസിന്റെ ഫണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് കണ്ടോ? ത്രൂ ദയർ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് എടുത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ആംബുലൻസ് സർവീസ് ആവശ്യമായിട്ട് വരുമ്പോ ഇൻഷുറൻസ് കമ്പനീസ് ആയിരിക്കും ആ ഫണ്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ് നെക്സ്റ്റ് ആണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്. ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് മേ ബി ഗിവൺ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യന്റ് by a charity, although contribution may be sought for service received. ചാരിറ്റി ഫണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഒരു സേവനമായിട്ടായിരിക്കും അത് ചെയ്യുന്നത്. ഇപ്പോ ആക്സിഡന്റ് ആയിട്ട് മരിച്ച ആൾക്കാര് അല്ലെങ്കിൽ കിടപ്പിൽ മരിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവര് യൂസ് ചെയ്തിട്ടുള്ള ചിലപ്പോ വീൽ ചെയേഴ്സ്, അതുപോലെ വാക്കേഴ്സ്, അതുപോലെ എന്താണ് വാട്ടർ ബെഡ്സുകൾ, അധികം ചീത്തയാവാത്ത രീതിയിലുള്ള വാട്ടർ ബെഡ്സ് ഉണ്ടാവും, വീൽ ചെയേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും? അവര് മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അധികം ചീത്തയാവാത്ത സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? അതാണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്. സേവനമായിട്ട് അവര് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. Hospital may be provided ambulance transport free of charge on the condition that the patient use the hospital service. ഇനി ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ ആരാ കൊടുക്കുന്നത്? ആംബുലൻസ് സർവീസിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഫണ്ട് കൊടുക്കുന്നത് ആരായിരിക്കും? ഹോസ്പിറ്റൽസ് ആയിരിക്കും അല്ലെ? ഇനി എങ്ങനെയാണ് അങ്ങനെ അവര് കൊടുക്കുന്നത്? വെറുതെ കൊടുക്കില്ലല്ലോ. എന്താണ്? ഒരു രോഗി കുറെ നാളുകളായിട്ട് ഒരു ഹോസ്പിറ്റലിൽ തന്നെ
കിടന്ന് ചികിത്സിക്കുന്നു. ഓക്കെ, കിടന്ന് ചികിത്സിച്ചു ഒരു 6 മാസോ അല്ലെങ്കിൽ ഒരു 3 മാസമൊക്കെ കുറെ നാള് ഈ ഹോസ്പിറ്റലിൽ തന്നെ കിടന്ന കിടപ്പില് ചികിത്സിച്ച് വരുന്നു. കുറെ നാള് കഴിഞ്ഞപ്പോ അദ്ദേഹം മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ബോഡി എവിടേക്ക് കൊണ്ടുപോകണം? വീട്ടിലേക്ക് കൊണ്ടുപോകണം അല്ലെ? അപ്പൊ എന്താണ്, അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പാദ്യവും, ഒരു ഭൂരിഭാഗം സമ്പാദ്യവും നമ്മൾ എവിടെ ചെലവാക്കിയിട്ടുണ്ടാവും? എവിടെയായിരിക്കും ചെലവാക്കിയിട്ടുണ്ടാവുക? ഹോസ്പിറ്റലിൽ അല്ലെ? അങ്ങനെയുള്ള പേഷ്യൻസിന് ഇങ്ങനെയുള്ള സേവനങ്ങൾ ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ആംബുലൻസ് സർവീസ് ആരോഗ്യക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് അവിടെ നടക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ഓക്കെ, നമ്മൾ പഠിച്ചത് പോസ്റ്റ് വരെയാണ് നമ്മൾ ഇന്ന് എടുത്തത്. ആംബുലൻസ് ഫണ്ടഡ് സർവീസ് ഉണ്ട്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്, ചാരിറ്റി ഫണ്ടഡ്, ലാസ്റ്റ് വൺ ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. കേട്ടോ, ഇത്ര വരെയും വായിച്ച് പിടിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ, നാളെ വരുമ്പോ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇത്ര വരെ എടുത്തതില്?